എന്റെ ചെറുപ്പക്കാരായ മുത്തായ കുട്ടികളെ നിങ്ങളോടാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. എന്താന്ന് പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും നല്ല വിചാരം വേണം. എന്റെ അള്ളാഹു എന്റെ എല്ലാ തെറ്റും പുറത്തുനിന്നിട്ട് എന്നെ നന്നാക്കും, എന്നെ രക്ഷപ്പെടുത്തും. ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നന്നാകുന്ന ഒരു കാലം വരും. ഈ തെറ്റൊക്കെ എനിക്ക് അള്ളാഹു പുറത്തേരും, ഞാൻ രക്ഷപ്പെടും, എന്റെ ബിസിനസ്സൊക്കെ ക്ലച്ച് പഠിക്കും, ഞാനൊരു കാലത്ത് നിസ്കാരത്തിൽ ഖുശൂഅൊക്കെ ഉള്ള ആളാവും. ഇങ്ങനെ എപ്പോഴും നമുക്ക് അള്ളാഹിനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകണം. എന്റെ അടിമ എന്നെ കുറിച്ച് നല്ല വിചാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ആ നന്മ എനിക്ക് കൊടുക്കും. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അയാൾ തൗബ ചെയ്ത് ആ തെറ്റ് ഉറപ്പിച്ചു, പിന്നെയും അതേ തെറ്റോ വേറെ തെറ്റോ ചെയ്തു. അപ്പോൾ മലക്കൾ അള്ളാഹുവിനോട് ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ പിന്നെയും അൺബ്ലോക്ക് ചെയ്യുന്ന നമ്പർ അതാ, ബ്ലോക്ക് ചെയ്ത് പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ അൺബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഹറാമു ചെയ്ത്, അല്ലെങ്കിൽ വീണ്ടും തെറ്റ് ചെയ്തു, എന്താ ചെയ്യേണ്ടത്? വീണ്ടും അയാൾ തെറ്റ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറയും, എന്നിട്ട് ഇപ്പൊ എന്താ ചോദിക്കാൻ കാരണം? അതാ പിന്നെയും തൗബ ചെയ്യുന്ന, രണ്ടാമത് തെറ്റ് ചെയ്തിട്ട് റമദാനാകുമ്പോൾ പിന്നെയും തൗബ ചെയ്യും. എന്താ ചെയ്യേണ്ടത്? പണ്ട് നമ്മൾ പുറത്തു കൊടുത്തതാണ്, ഏടിൽ നിന്ന് തെറ്റ് മായ്ച്ചതാണ്, പിന്നെയും അതേ തെറ്റിനെ ആവർത്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തൗബ ചെയ്തിട്ട് പുറത്തു കൊടുക്കണോ വേണ്ടിയോ? അള്ളാഹിക്കും ഇപ്പയും മൂപ്പര് എന്നെ അന്നേറ്റ് അംഗീകരിച്ചോണ്ടല്ലേ അപ്പൊ അവന്റെ അടുത്തേക്ക് വരുന്നത്. പുറത്തു കൊടുത്ത മലക്കളെ, ഈ അള്ളാഹിനോട് ഇനിയും നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നത്തിൽ നടത്തും. ചില ചെറുപ്പക്കാരിലെന്തോ വാശിയിൽ തീർക്കുന്നതാണ് ഫോണിലെല്ലാം കണ്ടിട്ട്. എന്തിനാ മോനിങ്ങനെ കാണുന്നു?